65 അടുത്തത്. അശ്വതിക്ക് വായിക്കാമോ? വായിക്കാം സർ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. വളരെയേറെ പ്രയത്നിച്ചതിന്റെ ഫലമായി മനസ്സ് പ്രസന്നമായി എന്നിരിക്കട്ടെ. അതുകൊണ്ട് എന്തു പ്രയോജനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരമാണ് ഈ ശ്ലോകം. മനസ്സ് പ്രസന്നമാകുമ്പോൾ സർവ്വ ദുഃഖങ്ങൾക്കും അറുതി വരുന്നു. സുഖത്തിന്റെ രഹസ്യം എന്തെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശാന്തിയാണ് സുഖം. ശാന്തമായ മനസ്സിൽ സുഖം അനുഭവപ്പെടും. സുഖവും ശാന്തിയും രണ്ടല്ല. വിക്ഷേപങ്ങൾ അടങ്ങിയ മനസ്സിൽ ദുഃഖം അനുഭവപ്പെടില്ല. കാരണം വിക്ഷേപകലുഷിതമായ മനസ്സിന്റെ അവസ്ഥയാണ് ദുഃഖം. മനസ്സ് പ്രസന്നമാവുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നശിക്കുന്നു എന്നതിന് സർവ്വവാസനകളും ക്ഷയിക്കുന്നു എന്നർത്ഥമാണ്. വാസനയുടെ പുറകെ ബുദ്ധിയെ വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നുവെന്നും അതാണ് ദുഃഖഹേതുവെന്നും ബുദ്ധിയോഗം അവലംബിച്ച് വാസന മറ നീക്കി പരമപദം പോകാമെന്നും മുഖവുരയിൽ പ്രസ്താവിക്കുകയുണ്ടായി. ജീവിത രംഗത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് എല്ലാ വാസനകളെയും സ്വയം നിർമ്മാർജ്ജനം ചെയ്യാനാവില്ല. അതിനൊരു ഉപായം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ആത്മനിയന്ത്രണത്തിന്റെ സഹായത്തോടെ മനസ്സിനെ സ്വാധീനിച്ച് പ്രശാന്തിയുടെ പവിത്ര വേദിയിൽ പ്രതിഷ്ഠിക്കുക. അവിടെ വാസനകൾക്ക് നിലനിൽക്കാനാവില്ല. അങ്ങനെ വാസനാശോഷണം സംഭവിക്കും. നമ്മൾ ഇതിനകത്ത് പറയുന്നത് കണ്ടില്ലയോ, സുഖത്തിന്റെ രഹസ്യം എന്തെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. സുഖത്തിന്റെ ശാന്തിയാണ് സുഖം. ശാന്തി ഇപ്പം നമ്മൾ ഈ പാരഗ്രാഫ് 2-3 പാരഗ്രാഫ് വായിച്ചപ്പോഴേ നമുക്ക് ഇത് നമ്മൾ ഈ ബേസിക് പഠിച്ചതിന്റെ അതിനെ അവർ ഈ നല്ലൊരു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇതുവരെ റിപ്പീറ്റ് ചെയ്ത എല്ലാ അത് തന്നെയാണ് ഇതിനകത്തിലും പറഞ്ഞിരിക്കുന്നത്. വളരെയേറെ പ്രയത്നിച്ചതിന്റെ ഫലമായി മനസ്സ് പ്രസന്നമായി എന്നിരിക്കട്ടെ. അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരമാണ് ഈ ശ്ലോകം. മനസ്സ് പ്രസാദിക്കുന്നു. പ്രസന്ന എന്ന് വെച്ചാൽ പ്രസാദ ബുദ്ധി. നമ്മൾ ഈ വരുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. മനസ്സ് പ്രസാദിച്ചാൽ നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രസാദം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സെന്താണ്? പ്രസാദം ഒരു തിരുനാൻ്റെ ഈ എവിടെങ്കിലും ഒരു അർച്ചന ചെയ്തതിന്റെ പഴവോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രസാദം കിട്ടുമ്പോൾ നമ്മൾ ദുഃഖത്തോടാണോ സ്വീകരിക്കുന്നത്? നമ്മൾ മനസ്സിന്റെ നിലവേ ആ ഒരു സ്റ്റേറ്റ് എന്തുമായിരിക്കും? ആ പ്രസാദം കിട്ടുമ്പോൾ ദുഃഖമായിരിക്കുമോ? അല്ല, ഒരിക്കലും അല്ല. പ്രസാദം കിട്ടുമ്പോൾ, അമ്പലത്തിന് പ്രസാദം കിട്ടുമ്പോൾ നമ്മളൊരു പവിത്രതയോടെ മനസ്സൊരു ശാന്തമാക്കും എന്ന് പറയുന്ന പോലെ അതിനെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ പ്രസാദ ബുദ്ധിയിൽ പ്രസാദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇതിനെ, ഈ വരുന്ന അനുഭവത്തിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അതാണ് പ്രസന്നമായിരിക്കുമ്പോൾ. പ്രസാദ ബുദ്ധിയിലാണ് ഞാൻ പ്രസന്നമാവുന്നത്. പ്രസാദ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ഈ വരുന്ന നമ്മുടെ ഈ കാര്യങ്ങൾ ഇതെന്തുകൊണ്ട് ഈ അനുഭവം വന്നു? സുഖാനുഭവം മാത്രമല്ല, ഏത് അനുഭവം വരുമ്പോഴും പിന്നെ അതിനകത്തോട്ട് വരുന്നുണ്ടല്ലോ, മനസ്സിൽ സുഖവും ശാന്തിയും രണ്ടല്ല. വിക്ഷേപങ്ങളടങ്ങിയ മനസ്സിൽ ദുഃഖം പെടില്ല. കാരണം വിക്ഷേപകലുഷിത മനസ്സിന്റെ അവസ്ഥയാണ് ദുഃഖം. ഈ വിക്ഷേപം എന്ന് വെച്ചാൽ എന്തോ, ഈ പലതരം ചിന്തകൾ ഇങ്ങനെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന, വേട്ടയാടുന്ന നമ്മുടെ പല പല ചിന്തകളാണ് നമ്മുടെ ദുരിതം. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സുഖത്തിന്റെ ഒരു രഹസ്യം എന്താണ്? നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ സുഖം ഉണ്ടാകുന്ന നമ്മളെല്ലാവരും നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ ഇഷ്ടം ചെന്ന് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഓരോന്ന് ആ ഇഷ്ടം അനുസരിച്ച് ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ. ആ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോഴോ നടക്കുവോ നടക്കത്തില്ലയോ എന്നുള്ളതൊക്കെ ഉണ്ട് നമുക്ക്. ഈ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ ഒരു സുഖമാണ്. എല്ലാവരും ഈ ആഗ്രഹ നിവൃത്തി വരുത്തുന്നത് എന്തിനു വേണ്ടി? ദുഃഖിക്കാനാണ്. ആ സുഖത്തിൽ നമുക്കൊരു സുഖം, ശാന്തി. ഈ ശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാമല്ലോ അതിന്റെ മീനിങ് തന്നെ. ശാന്തത. അവിടെ ഒരു ഒരു ടർബുലൻസ് ഇല്ല അവിടെ. എന്തു ഈ ടർബുലൻസ് എന്ന് പറഞ്ഞാല്? എന്തു ഈ ടർബുലൻസ്? എന്റെ ചിന്തകൾ അങ്ങ് സബ്സൈഡ് ആകുക അവിടെ.
നമ്മൾ ഓരോ ഒരാഗ്രഹ നിവൃത്തിക്ക് വേണ്ടി നമ്മൾ ശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല തരത്തിലുള്ള ചിന്തകളാണ്. നടക്കുവോ നടക്കത്തില്ലയോ ആകാംക്ഷയോ ഓരോ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ എന്തെല്ലാം തരം ചിന്തകളാണ് എൻ്റെ മനസ്സ്. അതിനെ പറഞ്ഞ വിക്ഷേപം എന്ന് പറയുന്നത്. അതിൻ്റെ ദുഃഖാവസ്ഥയോ, ഇതങ്ങ് തീർന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി ഒരു വീട് വെച്ച് തുടങ്ങുന്നു. ഇതങ്ങ് തീർന്നാൽ മതിയായിരുന്നു. എന്നുവെച്ചാൽ എന്തുവാ, എനിക്ക് എന്നും അങ്ങ് ചിന്ത, എൻ്റെ ജീവിതം ദുരിതമാണ്. എന്ന് തീരും, അയ്യോ ഇത് എന്ന് തീരും എന്നുവെച്ചാൽ എന്തുവാ, നമ്മൾ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു പെട്ടെന്ന് സാധിക്കുന്നതാണ് ഒരു വീട് വെക്കുന്നേ. ഇതുപോലെ പല പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഞാൻ എന്തും വേണ്ടി ആ ദുരിതം അനുഭവിക്കുക വെച്ചാണ് നമ്മൾ ഓരോന്ന് നേടുന്നത്. എന്തായിക്കോട്ടെ, അതിന്റെ പുറകിൽ ഒരു ദുരിതാവസ്ഥ എന്നുവെച്ചാൽ എന്തുവാ, അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എൻ്റെ മനസ്സ് പല പല ചിന്തകളിൽ കൂടെ കടന്നു പോകുന്നു. ഇതാ എൻ്റെ ദുരിതം. എന്നിട്ട് ആ സാധിക്കുന്ന സമയത്തോ നമ്മൾ ഈ ഇതിനു വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന അതിന് മുമ്പുണ്ടായ ചിന്തകൾ ആഗ്രഹം സാധിച്ച് കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളെല്ലാം അതേപോലെ നിലനിൽക്കുമോ? എല്ലാം നിന്ന് ആ ആ ചിന്തകളെല്ലാം അങ്ങ് മിനിമൈസ് ചെയ്ത്, പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളൊന്നും ഇല്ല. വിക്ഷേപം അപ്പോൾ അവിടെ നിന്നു. എൻ്റെ വിക്ഷേപമാണ് എൻ്റെ ദുരിതം. ആഗ്രഹം സാധിച്ചു കഴിയുമ്പോഴോ ഈ ചിന്തകളൊക്കെ ഏറ്റവും മിനിമം വരുന്നു. ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മനസ്സാ. ഈ മനസ്സെന്ന് പറയുന്നതാണ് ചില അന്ധകരണം. ഇപ്പം 4 തരം ചിന്തകളുണ്ട്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ ചിന്തകളെല്ലാം മിനിമത്തിൽ വരും. നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്കൊരു ഒരു ചിന്ത, നമ്മൾ ഒരു ആഗ്രഹം, വലിയ കഷ്ടപ്പെട്ട ഒരു ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ആ ആഗ്രഹം സാധിച്ചു കഴിയുന്നതിൻ്റെ അന്ന് നമുക്ക് നാനാവിധ ചിന്തകൾ ഉണ്ടാവുമോ? ഒന്നുമില്ല. എല്ലാം മിനിമത്തിലോട്ട് വരും. ആ മിനിമം ചില വിക്ഷേപം മനസ്സാവും അവിടെ അടങ്ങുക. അത് മിനിമത്തിലാവും. ഈ മനസ്സ് അടങ്ങുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? പിന്നെ എൻ്റെ ഈ പരമാത്മ ചൈതന്യത്തിന് എന്നെ മറയ്ക്കുന്ന ഈ ചിന്തകൾ എവിടുന്ന് വരുന്നു? വാസനയെന്ന്. ഈ വാസനയുണ്ട് അതിനെ ആൾറെഡി മറച്ചേക്കുന്നു. അതിൻ്റെ കൂടെ ഈ വിക്ഷേപമാണ്, പ്രൊജക്ഷനാണ്. ഞാൻ ഇങ്ങനെ പലതരത്തിലുള്ള സങ്കല്പങ്ങളിൽ കൂടെ ചിന്തകൾ ഇങ്ങനെ കൂടുക. അപ്പോൾ ഇത് രണ്ടും എൻ്റെ ആ പരമാത്മ ചൈതന്യത്തിനെ എൻ്റെ വാസനയിൽ നിന്നുണ്ടാവുന്ന ചിന്തകളും കൂടെ അങ്ങ് മറയ്ക്കുക ടോട്ടലി. അപ്പോൾ എനിക്ക് ആ ഒരു സുഖം കിട്ടുന്നില്ല. ഈ ചിന്തകൾ മിനിമത്തിലാകുമ്പോഴോ പിന്നെ വാസന മാത്രമേ ഉള്ളൂ. ആ ചിന്തകൾ മിനിമത്തിലായി, വിക്ഷേപമില്ല, പലതരം ചിന്തകളില്ല. അപ്പം ആ പരമാത്മ ചൈതന്യത്തിനുള്ള സുഖം കിട്ടുന്നു. അതാണ് ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരു ഒരു വിശേഷണം, ഒരു ഗുണമാണ് ഈ സച്ചിത് ആനന്ദാവസ്ഥ. ഗുണം എന്ന് വെച്ചാൽ ഗുണമില്ല, അത് കണ്ടന്റഡാ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന സുഖങ്ങളോ നിമിഷം നേരത്തേക്ക് കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് സമയം നിൽക്കത്തുള്ളൂ. അതിനുശേഷം പല പല ചിന്തകൾ വരും. ഈ ചിന്ത മനസ്സില്ലാതാകുമ്പോൾ ഇല്ല, പരമാത്മ ചൈതന്യത്തിന് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ നമ്മൾ ഈ സുഖം എന്ന് പറയുന്നേ, ഇല്ലയോ? നമ്മൾ 5 തരത്തിലുള്ള സുഖങ്ങളുണ്ട് നമുക്ക്. 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടായുണ്ട്. 5 ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടെ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുക. പലതരത്തിലുള്ള ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത്. ഈ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ സമയത്ത് എൻ്റെ മനസ്സങ്ങ്, ആഗ്രഹം സാധിക്കുന്ന ആ നിമിഷം എൻ്റെ മനസ്സങ്ങ് മിനിമത്തിലാകുമ്പോൾ ഈ മനസ്സെന്ന് പറയുന്ന ഈ 4 തരം ചിന്തകൾ മിനിമത്തിലാവുക. അപ്പം എനിക്ക് ഈ പരമാത്മ ചൈതന്യത്തിന്റെ ആ അവസ്ഥ എന്നിലോട്ട് കൂടുതൽ പ്രതിഫലിക്കുക. അപ്പം എനിക്ക് സുഖാവസ്ഥ. അതാ ശാന്തത. ഇതാണ് രഹസ്യം. എനിക്ക് പിന്നെ ഇവരുന്ന് എന്തുവാ? ചിന്തകളാ. ഈ ചിന്തകളിൽ തന്നെ കൂടുതലും എന്തുവാ? ഞാൻ പറഞ്ഞില്ല, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ ബുദ്ധി ഒരു കർമ്മം തുടങ്ങുമ്പോഴാണ് അതിന്റെ പുറകിലുള്ള ചിന്തകളെ ബുദ്ധി എന്ന് പറയുന്നത്. ഓർമ്മയോ അപ്പോഴെടുക്കത്തില്ല നമ്മൾ. അതൊക്കെ ഒരു അവസരം വരുമ്പോഴേ നമ്മൾ ഓരോ അവസരത്തിനനുസരിച്ചിട്ടുള്ള ഓർമ്മയെന്നുള്ള ചിന്തകൾ എടുക്കത്തുള്ളൂ. ബാക്കി നിൽക്കുന്ന എന്തുവാ? ഈ ഈഗോയും ഈ എമോഷനും. അപ്പോൾ എൻ്റെ എമോഷൻസ് ആണ് ഞാൻ എപ്പോഴും എൻ്റെ വികാരങ്ങളില്ല. ഇതാണ് എൻ്റെ ദുരിതാവസ്ഥ. ഞാനിപ്പോഴും ഈ വികാര ചിന്തകളിലാണ് ഞാൻ. അപ്പോൾ ഈ വികാര ചിന്തയാണ് എൻ്റെ ദുരിതത്തിന് കാരണം. ഈ വികാര ചിന്ത, എനിക്ക് കഷ്ടപ്പെടും, ഞാനെന്ന ഭാവം, എനിക്ക് ഈ ദുരിതമാണ്. ഈ രണ്ടുകൂടെ എപ്പോഴും ഈ വികാര ചിന്ത, ഞാൻ വിഷമിക്കുന്നു, എനിക്ക് ദുഃഖമാണ്, എനിക്ക് ദുരിതമാണ്. എന്ന് വെച്ചാൽ ഈഗോയും മനസ്സും കൂടെ
ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതം ഓരോ ദിവസവും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലെവിടെ നമുക്ക് സുഖം കിട്ടുന്നേ? ഈ സുഖം കിട്ടണം എന്നുണ്ടെങ്കിലോ നമ്മുടെ നമ്മൾ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യണം. ഇത് അവസാനം വരുന്നുണ്ടല്ലോ, മനസ്സ് പ്രസന്നമാവുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നശിക്കുന്നു എന്നതിന് സർവ്വവാസന ക്ഷയിക്കുന്നു എന്ന അർത്ഥമാണ്. വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നുവെന്നും അതാണ് ദുഃഖഹേതുവെന്നും ബുദ്ധിയോഗം അവലംബിച്ച് വാസനമറ നീക്കി പരമപദം പോകാമെന്നും മുഖേരവേലും ചില ബിഗിനിങ്ങിൽ ഇതിന്റെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തുവാ, മനസ്സ് പ്രസന്നമാകുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നശിക്കുന്നു. പ്രസന്നമാവുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഈ പ്രസന്നത എന്ന് പറയുന്നത്, ഞാൻ പ്രസാദ ബുദ്ധിയിൽ നമ്മൾ ഓരോന്നിനെയും കാണുമ്പോൾ, പ്രസാദ ബുദ്ധിയിൽ ഓരോന്നിനെയും കാണുമ്പോൾ എനിക്കത് അതാ പറയുന്നത്. ഇപ്പം ഇതെനിക്ക് വിധിയെ നമ്മൾ പഴിചാരാതെ എനിക്ക് വന്നു ചേർന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റൻസിനെയാണ് ഈ പ്രസാദ ബുദ്ധി എന്ന് പറയുന്നത്. ആ സമയത്താണ് എനിക്കത് ദുഃഖാനുഭവമാണെങ്കിലും സുഖാനുഭവമാണെങ്കിലും എനിക്ക് ആ ഞാൻ എൻ്റെ മനസ്സിനെ സംയമനം പാലിക്കുക പ്രസന്ന ബുദ്ധിയിൽ. ആ പ്രസന്നമാകുമ്പോൾ സർവ്വ ദുഃഖങ്ങൾ നശിക്കുന്നു എന്നതിന് ഈ എൻ്റെ ആ ഇഷ്ടവും അനിഷ്ടവും എന്നുള്ളതിൻ്റെ അവിടെ ന്യൂട്രലൈസ് ചെയ്ത് പോവുക. അതാ സർവ്വവാസനകളും വാസന വെച്ചാൽ എന്തുവാ, ആഗ്രഹങ്ങൾ, ഇത് വേണം ഇത് വേണ്ട, അത് ക്ഷയം സംഭവിക്കുക, ന്യൂട്രലൈസ് ചെയ്തു പോവുക. ഞാൻ പ്രസാദ ബുദ്ധി കാണുക, എനിക്ക് സംഭവിക്കുന്ന നല്ല അനുഭവങ്ങളെയും ചീത്ത അനുഭവങ്ങളെയും ഞാൻ പ്രസാദ ബുദ്ധിയിൽ അപ്പോഴാണ് മനസ്സ് പ്രസന്നമാവുന്നത്. ഇതിൽ വന്നോട്ടെ, എന്നിൽ നിന്ന് പോയത് വന്നു ചേർന്നു. അയ്യോ എന്തിനാ ഇവിടെ വന്ന് എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുവാന്നോ? എനിക്ക് എന്തുകൊണ്ട് വന്നിത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് പ്രസന്നമാവുകയാണോ? അത് പ്രസാദ ബുദ്ധിയാണോ? അല്ല. അപ്പം നമ്മൾ മനസ്സ് പ്രസന്നമാവുമ്പോൾ നമുക്ക് വരുന്നതിന് നമ്മുടെ കർമ്മഫലമാണിത്, വന്നോട്ടെ, വന്നു പൊയ്ക്കോട്ടെ. അത് ഒന്നും അങ്ങനെ നിലനിൽക്കുന്നില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയില്ലേ. അപ്പൊ നമ്മൾ ഈ സാക്ഷിഭാവത്തിൽ നിന്ന് കാണുമ്പോൾ ഈ വാസന ന്യൂട്രലൈസ് ചെയ്യും. എൻ്റെ ഇഷ്ടവും അനിഷ്ടവും, എൻ്റെ നല്ലതും ചീത്തയും എന്നിൽ നിന്ന് പോയത് വന്ന് ചേരുന്നു. അതിന് ഞാൻ എന്തിനു വിഷമിക്കണം, ഞാൻ എന്തിനു സന്തോഷിക്കണം? ഞാൻ ഇതിനെ നോക്കിക്കാണും. അപ്പോൾ എൻ്റെ മനസ്സ് വിക്ഷേപങ്ങൾ കുറയും, ദുഃഖം കുറയും. വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നു. എന്തോ വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും അതാണ് ദുഃഖഹേതുവെന്നും ബുദ്ധിയോഗം അവലംബിച്ച് അതാണ് ദുഃഖഹേതുവെന്നും അതിന് പരിഹാരമായിട്ട് എന്തുവാ, ബുദ്ധിയോഗം അവലംബിച്ച് വാസനമറ നീക്കി പരമപദം പോകാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. എന്തു പറയുന്നേ? അപ്പം വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം തെറ്റിദ്ധരിപ്പിക്കുന്നു. വാസനയുടെ പുകമറ, എന്തു വാസന? ഞാൻ കൊണ്ടുവന്ന ഇഷ്ടവും അനിഷ്ടവും, ആ വാസന എനിക്കിഷ്ടം അല്ലെങ്കിൽ അനിഷ്ടം, ഇത് ബുദ്ധിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ബുദ്ധിയും ഈ വികാരം കൂടെ അലൈനാകുന്നു. വാസനയുടെ പുകമറ ബുദ്ധിയെ മോഹിപ്പിക്കുന്നുവെന്നും എന്ന് വെച്ചാൽ ആ സെന്റൻസിന്റെ അർത്ഥം എന്തുവാ? എൻ്റെ വാസനയെന്ന് വരുന്ന ചിന്തകള്, എൻ്റെ ഇഷ്ടവും അനിഷ്ടമാണല്ലോ എൻ്റെ വാസന എന്നെ ഉള്ളിൽ നിന്ന് വരുന്നേ. ഇത് എൻ്റെ ബുദ്ധിയായിട്ട് അലൈനാവും. ഈ കർമ്മം ചെയ്യാൻ ബുദ്ധിയുടെ ഒരു കർമ്മം ചെയ്യുന്നതിന്റെ പുറമുള്ള ചിന്ത പറയുന്നത് എന്തോ ബുദ്ധി. അപ്പൊ ഈ വാസനയിലുള്ള വികാരങ്ങള്, ഈ വികാരങ്ങളാണ് ഈ വാസനകൾ വികാരങ്ങളായിട്ട് ശരീരത്തോട് ചേർന്നിരിക്കുക. അപ്പം വാസനയുടെ വരുന്ന ഈ വികാരങ്ങള് ബുദ്ധിയെ അതാ ഈ പുകമറ എന്ന് പറയുന്നത് എൻ്റെ ഒരു മറവാത്. എന്തിനെ മറയ്ക്കുന്നു? ചൈതന്യത്തിനെ മറയ്ക്കുന്നു. ഈ വികാരങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളാണ് എന്നെ ചൈതന്യത്തിൽ നിന്ന് മറയ്ക്കുന്നത്. അതൊരു പുകമറയായിട്ട് നിൽക്കുക. ആ വികാരങ്ങളെ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നു. നമുക്കിങ്ങനെ അത് രണ്ടുകൂടെ അലൈനാകുക, എന്നിട്ട് കർമ്മം ചെയ്യുക. വ്യാമോഹിക്കുമെന്നും അതാണ് ഈ വ്യാമോഹിച്ച് കർമ്മം ചെയ്യുമ്പോഴോ അത് ഞാൻ ദുരിതത്തിലോട്ടാ പോന്നെ, അത് ദുഃഖത്തിന് കാരണമാകുന്നു. പിന്നെ ഇതിനെ എങ്ങനെയാ മാറ്റുന്നേ? ബുദ്ധിയോഗം അവലംബിച്ച്. എന്തോ ബുദ്ധിയോഗം? അത് എൻ്റെ ഇൻവെർട്ടർ കോമ്പലിട്ട് എടുക്കുന്നുണ്ടല്ലോ. ബുദ്ധിയോഗം അവലംബിച്ച് വാസനമറ നീക്കി പരമപദം പോകാമെന്നും ഈ ബുദ്ധിയെ വികാരമായിട്ട് അലയം ചെയ്യിപ്പിക്കാതെ വിവേകമായിട്ട് യോഗം ഏതുമായിട്ടാ യോഗം ചെയ്യണ്ടേ, കണക്ഷൻ ചെയ്യണ്ടേ? ഞാൻ എൻ്റെ വിവേകത്തിനെ എന്നുവെച്ചാൽ ഈ എമോഷൻസിനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ
എനിക്ക് ആ വിവേകമായിട്ട് അലൈൻ ചെയ്യാൻ നോക്കും. ആ ബുദ്ധിയായിട്ട് അലൈൻ ചെയ്യുന്നതിനെ ബുദ്ധിയോഗം. ഈ വിവേകമായിട്ട് അലൈൻ ചെയ്യുക, ബുദ്ധി ഈ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുക. ഈശ്വരനായിട്ട് കണക്ട് വെച്ചാൽ ഞാൻ ആ വിവേകത്തിൽ വരുന്ന ഡയറക്ഷനുമായിട്ട് ഞാൻ അലൈനായി കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഈ പുകമറ ഈ ഇത് പരമപദം പോകും വെച്ചാൽ ഞാൻ പിന്നെ എനിക്ക് ആ ശാന്തതയിലോട്ട്, അതാ പരമപദം. എന്തോ ഈ പരമപദം? ശാന്തിയാ അവിടെ. അപ്പൊ എന്റെ ദുഃഖത്തിന് ദുരിതത്തിന് കാരണം എന്തുവാ? എന്റെ ഈ വാസനയിൽ നിന്ന് വരുന്ന ഈ വികാരങ്ങൾ, ഇഷ്ടം അനിഷ്ടം, ഇതിനകത്ത് വരുന്ന ചിന്തകൾ വെച്ചാൽ വികാര ചിന്തകൾ. ഈ വികാര ചിന്തകള് ബുദ്ധിയുമായിട്ട് അലൈനായി എന്നെ ദുരിതത്തിലോട്ട് നയിക്കുന്നു. അതേസമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആത്മസംയമനം പരിശീലിച്ച് ഇത് പ്രസാദ ബുദ്ധിയിൽ എനിക്ക് വരുന്നത് നല്ലതായാലും ചീത്തയായാലും ഇത് എൻ്റെ കർമ്മഫലമാണ്, ഇത് ഈ ഈശ്വരനിൽ ചൈതന്യത്തിലാണ് ഇത് ഈ അനുഭവം എനിക്ക് വരുന്നത് എന്നുള്ളത് ഈ ഉത്തമ ബോധ്യത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് പ്രസാദ ബുദ്ധി ഇത് വന്നോട്ടെ, എന്നിൽ നിന്ന് പോയി എന്നിൽ തന്നെ വരും. അതൊരു പരമമായ തത്വമാത്. എവിടെ ഏതിൽ നിന്ന് ഉൽപ്പിച്ചോ അതിൽ തന്നെ വന്നു ചേരും. അപ്പൊ ഈ എനിക്ക് വരുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എന്നിൽ നിന്ന് പോയിട്ടുള്ളവയാ, അത് വന്നോട്ടെ. പക്ഷെ എനിക്ക് അതിൽ നിന്നും കരകയറി എനിക്ക് പരമപദം ചില ഈശ്വരന്റെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇതിനെ ഞാൻ സംയമനം പാലിച്ച്, സമയം പാലിച്ചാല് ഇതിനെ ഞാൻ മാനേജ് ചെയ്ത് ഈ പ്രസാദ ബുദ്ധിയിൽ ഇതിനെ കണ്ട് ഈ കർമ്മഫലത്തിൽ നിന്ന് വരുന്ന അനുഭവങ്ങളെ ഞാൻ പ്രസാദ ബുദ്ധിയിൽ കണ്ട് അപ്പൊ മനസ്സ് പ്രസാദിക്കും. അപ്പൊ നമുക്ക് ഈ ഈ ഒരു ദൂരം വയ്യോ അല്ലെങ്കിലോ ഈ പ്രസാദ ബുദ്ധിയിലെങ്കിലോ ഇതെന്റെ വിധിയാ, ദൈവം എന്നെ ഇട്ട് പരീക്ഷിക്കുക, നമ്മൾ ദൈവത്തിനെ കുറ്റം ചാരുക. എന്തുകൊണ്ടാ കുറ്റം ചാരുന്നേ? ഈ സത്യങ്ങളെ ഒന്നും തിരിച്ചറിയാതെ. ഇപ്പൊ നമ്മൾ സത്യങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ ഇതിനെ നിരന്തരം ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രസാദ ബുദ്ധിയിൽ ഇതിനെ അംഗീകരിക്കും. ഏതിനെ അംഗീകരിക്കും? നമുക്കുണ്ടാവുന്ന ഓരോ അനുകൂല പ്രതികൂല അനുഭവങ്ങളെ ഇത് വന്നോട്ടെ, ഇതൊന്നും ഇങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കത്തില്ലല്ലോ, ഇതും മാറും. ഇപ്പൊ നമ്മൾ സാക്ഷിഭാവത്തിൽ ഓരോ ജീവിതാനുഭവങ്ങളെ കാണാൻ പഠിക്കും. അത് എന്നെ ദുരിതത്തിലോട്ട് നീക്കത്തില്ല. അപ്പൊ എനിക്ക് ഈ വികാരങ്ങൾ സബ്സൈഡ് ആവുമ്പോൾ ഞാൻ ബുദ്ധിയെ യോഗം ചെയ്യും. ആരുമായിട്ട്? ഈ വിവേകമായിട്ട് ചൈതന്യമായിട്ട് ഞാൻ യോഗം ചെയ്യും. യോഗ ഇതാ കർമ്മയോഗം. സമർപ്പണ ബുദ്ധി, ഞാൻ ഈശ്വരനിൽ സമർപ്പിച്ച് ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ കർമ്മം ചെയ്യുന്നതിനെയാണ് കർമ്മയോഗം. അല്ലെങ്കിലോ അത് വെറും കർമ്മമാണ്. കർമ്മത്തിൽ കൂടെ ആണെങ്കിലോ ഞാൻ എൻ്റെ വാസനയെ എൻ്റെ കർമ്മഫലത്തിനെ കൂട്ടും. ബുദ്ധിയോഗം, നമ്മൾ ബുദ്ധിയെ യോഗം ചെയ്യണം. യോഗം എന്നുള്ള വാക്ക് എവിടെ കേട്ടാലും ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള യോഗ. നമ്മളിപ്പോൾ യോഗ എന്ന് കാണുന്നത് എന്തുവാ? നമ്മളൊരു ഫിസിക്കൽ എക്സസൈസിനെ യോഗ എന്ന് കാണുന്നത്. അത് വളരെ അതാ പറയുക, ഈ യോഗ എന്നുവെച്ചാൽ യോഗം ചെയ്യുന്നതിനെയാണ് എൻ്റെ 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 മനസ്സിനെ, എൻ്റെ ശരീരം, എൻ്റെ ബുദ്ധിയെ, എൻ്റെ മനസ്സിനെ, ഈ ഞാനെന്ന ജീവാത്മാവിനെ ഈ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എവിടാ? എൻ്റെ വാസനയെ ഇടയ്ക്ക് കയറി നിൽക്കുക. ഈ പരമാത്മ ഈശ്വരൻ്റെയും എൻ്റെയും ഇടയ്ക്ക് ആരിരിക്കുന്നു? ഈ കർമ്മഫലം, എൻ്റെ വാസന. അപ്പൊ ഇതിനെ യോഗം ചെയ്യുമ്പോൾ എങ്ങനെയാ? യോഗം ചെയ്യുന്നതിന് എങ്ങനെയാ വേണ്ടേ? ഞാൻ ഈ കർമ്മഫലത്തിനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ എൻ്റെ ഈ കർമ്മഫലത്തിനെ മിനിമൈസ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരും? ഞാൻ വികാരത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലോ ഇത് കൂടിക്കൊണ്ടിരിക്കും, ആ മറ കട്ടിയായിക്കൊണ്ടിരിക്കും. ഈ കണക്ഷൻ പിന്നെ കണക്ഷൻ പൂർണ്ണമായിട്ട് വിച്ഛേദിക്കപ്പെടും. ഞാൻ എൻ്റെ ഓരോരോ ജന്മങ്ങളിലോട്ട് ഞാൻ പോകും. എൻ്റെ ഈശ്വരനോട്ട് അടുക്കുന്നതിന് പകരം ഈശ്വരനിൽ നിന്ന് അകന്നകന്ന് ഓരോ ജന്മങ്ങളിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഈ ഈ കർമ്മഫലത്തിന്റെ ഘനം, അതിന്റെ കട്ടി, തീവ്രത കുറയ്ക്കണമെന്നുണ്ടെങ്കിലോ ഞാൻ കർമ്മയോഗത്തിൽ കർമ്മങ്ങളെ ചെയ്യണം. ഈ കർമ്മഫലം വന്നത് പല മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. ആ കർമ്മഫലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് കർമ്മങ്ങളിൽ കൂടെ മാത്രമേ ഒക്കത്തുള്ളൂ. ഞാൻ ഈ കർമ്മഫലമൊന്നും ഞാൻ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വരുന്ന അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെ നമ്മൾ ചെയ്തേ പറ്റൂ. ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയാ ലൈഫിനെ ഫേസ് ചെയ്യുന്നേ? എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഇഷ്ടമില്ലാത്ത തരത്തിൽ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ മാറിപ്പോകും. ഇതാണ് നമ്മുടെ ദുരിതത്തിന് എൻ്റെ കാരണം. നമ്മൾ പ്രസാദ ബുദ്ധിയിൽ കാണുന്നില്ല. നമ്മൾ ഈ വരുന്ന അനുഭവങ്ങളെ പ്രസാദ ബുദ്ധിയിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രസാദ ബുദ്ധിയിൽ കാണുമ്പോഴാണ് നമ്മുടെ ഈ ശാന്തി എന്നുവെച്ചാൽ ഈ പരമാത്മ ചേതനയുടെ കണക്ട് ചെയ്യുമ്പോഴുള്ള മനസ്സിന്റെ അവസ്ഥ ഉണ്ടാവുന്നത്. ജീവിതരംഗത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് എല്ലാ വാസനകളെയും സ്വയം നിർമ്മാർജ്ജനം ചെയ്യാനാവില്ല. അതിനൊരു ഉപായം ഇവിടെ സൂചിപ്പിക്കുക. ആത്മനിയന്ത്രണത്തിന്റെ സഹായത്തോടെ മനസ്സിനെ സ്വാധീനിച്ച് പ്രശാന്തിയുടെ പവിത്ര ഈ വാസനകളെ
വാസനകൾ നമ്മുടെ ഉണ്ടായിരിക്കുന്ന സഞ്ചിത കർമ്മമാണല്ലോ പ്രാരബ്ധമായത്. ഈ സഞ്ചിത കർമ്മത്തിനെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്ത് നമുക്ക് മുക്തി അടയാൻ സാധ്യമല്ല. അതിനാണ് മനുഷ്യന്മ എടുത്തിരിക്കുന്നത്. ഈ മനുഷ്യന്മത്തിൽ ഞാൻ ഈ കർമ്മഫലം അനുഭവിക്കുന്നതിനോടൊപ്പം ഞാൻ ഈ കർമ്മഫലം അനുഭവിക്കുകയാണ്. എങ്ങനെ? അനുകൂല പ്രതികൂല അനുഭവങ്ങൾ അനുഭവിക്കുമ്പോഴേ സമർപ്പണ ബുദ്ധിയിൽ ചെയ്യുമ്പോൾ ഈ കർമ്മഫലമെല്ലാം ന്യൂട്രലൈസ് ചെയ്ത് പോവുകയും ചെയ്യും, പുതിയ കർമ്മഫലം ഉണ്ടാവുകയും ചെയ്തില്ല. ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഈ പ്രാക്ടീസിലൂടെ എൻ്റെ മനസ്സ് ഈ പരമാത്മ ചൈതന്യത്തിൽ ഉറയ്ക്കാൻ തുടങ്ങും, ഈ വിവേക ബുദ്ധിയിൽ ഉറയ്ക്കാൻ തുടങ്ങും. സമബുദ്ധി, സമചിത്തത, സ്ഥിതപ്രജ്ഞ, എൻ്റെ പ്രജ്ഞ സ്ഥിരമാകാൻ തുടങ്ങും. ആ സ്ഥിരം ഞാൻ അതിൽ ഉറയ്ക്കുമ്പോഴേ എന്നുവെച്ചാൽ ഞാൻ ഉറയ്ക്കാന്ന് വെച്ചാൽ എന്തുവാ, ഞാൻ എൻ്റെ മനസ്സിനെ പരമാത്മയുടെ അഭിമുഖമായി ഞാൻ ഫിക്സ് ചെയ്യുവാണ്. ഞാനെന്ന ജീവാത്മാവ്, ആ ജ്ഞാനമാണ് ഈ പരമാത്മ ചൈതന്യത്തിന്റെ അറിവിനെ പറയുന്നതാണ് ജ്ഞാനം. ഈ ജ്ഞാനത്തിലോട്ട് എൻ്റെ മനസ്സിനെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ കർമ്മഫലം കത്തിപ്പോവും. വെച്ചാൽ ന്യൂട്രലൈസ് ചെയ്തു പോകും. എന്നുവെച്ചാൽ എങ്ങനെ? ഈ ജീവാത്മാക്കൾ, പല പല ജീവാത്മാക്കളുണ്ട്. ഈ ഓരോരുത്തരും ഓരോ ജീവാത്മാക്കൾ. ഈ ജീവാത്മാവെല്ലാം എല്ലാവരും അവരവരുടെ വാസനയെ നിർമ്മാണം ചെയ്താൽ എല്ലാവരും ഈ എല്ലാവരും ഒന്ന്. എല്ലാം ബ്രഹ്മമാണ്. അതാണ് തത്വമസി. അത് നീയാകുന്നു. എല്ലാം ഇവിടെ ഈ രണ്ടാമതൊന്നില്ല, എല്ലാം ഒന്നേ ഉള്ളൂ, പരമാത്മ ചൈതന്യം. ഇതെല്ലാം നമ്മുടെ ഭ്രമമാണ്. എല്ലാവരും വ്യത്യസ്തരായി നിൽക്കുന്നു എന്നുള്ള ഒരു ഭ്രമമാണ്. എന്തുകൊണ്ടുള്ള ഉണ്ടായ ഭ്രമം? കർമ്മഫലത്തിൽ നിന്നുണ്ടായ ഭ്രമം. അതെല്ലാം ഈ ഭ്രമം എന്ന് വെച്ചാൽ എന്തുവാ? സ്ഥിരതയുള്ളതല്ല, അത് മാറും. മാറ്റമുള്ളതാണ് ഭ്രമം എന്ന് പറയുന്നത്. എനിക്കൊരു ഭ്രമത്തിലിരിക്കുക എന്ന് പറയുന്നത് എന്തുവാ? ഞാൻ റിയാലിറ്റി അറിയുന്നില്ല, ഞാൻ ഏതോ ഒരു സാങ്കല്പിക, അതിനാ ഭ്രമം. അത് മാറുന്നതാ. അത് അങ്ങനെ ഒരു ഭ്രമാവസ്ഥ അങ്ങനെ എക്കാലവും നിലനിൽക്കത്തില്ല, അത് മാറും. അപ്പൊ ഇതെല്ലാം ഞാനൊരു ഭ്രമത്തിലിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് എനിക്ക് ശാന്തതയിലോട്ട് വരേണ്ടത്? ഈ ഭ്രമാവസ്ഥ മാറുന്നുണ്ടെങ്കിലോ? ഈ ഭ്രമാവസ്ഥ എന്തുകൊണ്ടുണ്ടാവുന്നു? എൻ്റെ കർമ്മഫലം, അതിനെയാണ് മായ എന്ന് പറയുന്നത്. ഇത് എന്നെ മറക്കുകയാണ്. ഈ മായയാണ് എൻ്റെ ഭ്രമം. ഞാൻ ഈ ശരീരമാണ്. ഇത് എൻ്റെ പുറയിലിരിക്കുന്ന എന്നെ നിലനിർത്തുന്ന ചൈതന്യത്തിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്, നീ ശരീരമാണ്. ഈ പ്രതിഭാസത്തിനെ പറയുന്നതാണ് മായ. ഇത് തന്നെയാണ് അജ്ഞാനം. അജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനത്തിനെ മറയ്ക്കുന്നു. ഇത് ഏതായി മറയ്ക്കുന്നത്? എൻ്റെ കർമ്മഫലമാണ്. ഈ കർമ്മഫലം കാരണം മറ്റേത് മറന്നിരിക്കുക. എന്നിട്ട് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുക, പുറയിലിരിക്കുന്ന ആ കർമ്മഫലത്തിനെ വാസന എൻ്റെ കർമ്മഫലം മറച്ചു, ശരീരമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു, ശരീരമാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ പ്രതിഭാസനെ മായ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എൻ്റെ കർമ്മഫലം. ഇത് തന്നെ അജ്ഞാനം എന്ന് പറയുന്നു. ഇത് തന്നെ അവിദ്യ. അവിദ്യ എന്ന് എന്തുകൊണ്ട് പറയുന്നു? വിദ്യ എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യത്തിൽ ലയിക്കുന്നത് മാത്രമാണ് വിദ്യ. അതിനെയാണ് പറയുന്നത് വിദ്യ, ആത്മവിദ്യ. ആത്മവിദ്യയുടെ ഷോർട്ട് ഫോമാണ് വിദ്യ. അവിദ്യ എന്ന് പറഞ്ഞതോ വിദ്യ അല്ലാത്തത്. ഞാൻ ഭ്രമിച്ചിരിക്കുന്നതിനെയാ പറയുന്ന അവിദ്യ. ഈ ഭ്രമം എന്തുകൊണ്ട്? കർമ്മഫലം കൊണ്ട്. അപ്പൊ ഈ കർമ്മഫലത്തിനെ പല പല പേരിൽ നമ്മൾ പറയുന്നു. മായ, അവിദ്യ, അജ്ഞാനം, കർമ്മഫലം, വാസന എന്നൊക്കെ ഇതിനെ പറയാം. പല പല രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. എന്താണ് എന്നെ മറച്ച്, ഈ പരമാത്മ ചെയ്യുന്നത് എന്നെ മറച്ചിരിക്കുന്നതിന്റെ ഈ പല പല പേരുകളായത്. പല പല പേരുകൾ, പല പല കൺസെപ്റ്റുകൾ. വെച്ചാല് എന്നെ ആ ജ്ഞാനത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നതുകൊണ്ട്, ആ ജ്ഞാനത്തെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നതുകൊണ്ട് അജ്ഞാനം. ജ്ഞാനത്തിന്റെ ഓപ്പോസിറ്റ് അജ്ഞാനം, ജ്ഞാനം ഇല്ലായ്മ. വിദ്യ, ഞാൻ ഈ ആത്മവിദ്യ, എനിക്ക് ഈശ്വരനോട്ട് പോകണ്ടേ അറിവില്ല. ആ ഒരു വിദ്യ ഞാൻ അഭ്യസിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവിദ്യയാണ്. ആ ഒരു വിദ്യ അറിയാത്തവന് അവിദ്യ. അതുകൊണ്ട് അവിദ്യ. കർമ്മഫലം എന്ന് പറയുന്നത് ഈ മുൻജന്മ കർമ്മങ്ങളിൽ കൂടെ ഞാൻ ആർജിച്ച ഫലമാണ്. അത് ഈ എവരി ആക്ഷൻ, ഓരോ ആക്ഷനും അതിന്റെ, ഞാൻ ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ തിരിച്ചു വരും. എവിടുന്ന് ഉത്ഭവിച്ചോ അത് തന്നെ തിരിച്ചു വരും. ഇതാണ് ഞാൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല പുണ്യഫലങ്ങളും ദോഷഫലങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതെന്നെ തന്നെ തിരിച്ചെത്തണം. ഇത് കർമ്മഫലമായിട്ട് ഇതൊരു പ്രതിഭാസമാണ്. ഇത് നമ്മുടെ ശരീരം പോലെ നമുക്ക് കാണാനൊക്കുന്ന, ഇതെല്ലാം ഇവിടുത്തെ തത്വരൂപത്തിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം പ്രിൻസിപ്പിൾസാണ്. ഈ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന പ്രിൻസിപ്പിളും ഇതെല്ലാം ഭ്രമമാണ്, മാറിക്കൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പിൾസുമാണ്. എൻ്റെ ഈ കർമ്മഫലം അങ്ങനെ നിൽക്കുന്നതല്ല. എനിക്കതിനെ നള്ളിഫൈ ചെയ്ത് ഇല്ലാതാക്കാം. എനിക്ക് തന്നെ പല പല വാസനകളുണ്ട്.
ഞാൻ ഈ വാസനകളെല്ലാം ആത്മസംയമനം മൂലം ഞാൻ കർമ്മം ചെയ്ത് ഞാൻ ഓരോന്നിനോടും പ്രതികരിച്ച് ഞാൻ ഇതിനെ എൻ്റെ മനസ്സിനെ, ജീവാത്മാവിൻ്റെ ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ അന്ധകരണത്തിനെ ഞാൻ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ എമോഷൻസിനെ, വികാരങ്ങളെ മാനേജ് ചെയ്ത് ഈ ബുദ്ധി വിവേകമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് ശുദ്ധീകരണം. ഈ ബുദ്ധി എന്ന് വെച്ചാൽ ഒരു കർമ്മത്തിന്റെ പുറകിലുള്ള ചിന്തകളെ പറയുന്ന ബുദ്ധി. ആ ബുദ്ധി വികാരമായിട്ട് കയറി, ഈ വികാരം ഈ കർമ്മഫലത്തിൽ നിന്ന് വരുന്ന അതുമായിട്ട് അലൈനാകാതെ അതിനെ ഞാൻ ചൈതന്യത്തിൽ നിന്ന് വരുന്ന ഡയറക്ഷൻ ഉണ്ട്, ആ ചിന്തയുമായിട്ട്, ആ ഡയറക്ഷനുമായിട്ട് അലൈനായി നിൽക്കുന്ന അവസ്ഥയാണ് ശുദ്ധീകരണം. അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ പലതരത്തിലുള്ള വാസന ഉണ്ടല്ലോ, അതങ്ങ് കത്തിപ്പോവും. എന്നുവെച്ചാൽ ഇപ്പൊ എനിക്ക് പല പല വിറകുകളെന്ന് വെച്ച് നോക്കി, നമ്മൾ പല പല വാസനകൾ, പല രീതിയിലുള്ള വിറകുകൾ ഈ പല രീതിയിൽ പല സ്വഭാവത്തിലുള്ള വിറകുകള് കത്തിച്ചാലേ ആ ഓരോ വിറകിന്റെയും സ്വഭാവം പിന്നെ കാണൂ, എല്ലാം ചാരമായി പോവും. ഈ വാസനകൾ പിന്നില്ല. ഇതാണ് എൻ്റെ ഒരു കമ്പാരിസൺ. എനിക്ക് പലതരം വാസനകളുണ്ട്, പല പല ആഗ്രഹങ്ങളുണ്ട്. വെച്ചാല് വാസന എന്തോ ആഗ്രഹം, ഇഷ്ടാനിഷ്ടങ്ങൾ. ഇതെല്ലാം ഞാൻ ആത്മസംയമനത്തിൽ കൂടെ ഞാൻ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ കർമ്മങ്ങളിൽ കൂടെ കർമ്മം ചെയ്താണ് ഞാൻ ശുദ്ധീകരിക്കേണ്ടത്. കർമ്മം എങ്ങനെ ചെയ്യും? വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യാതെ, റിയാക്ട് ചെയ്യാതെ. റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈ ബുദ്ധി വിവേകമായിട്ട് അലൈനായി ചെയ്യുന്നതാണ് റെസ്പോണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വാസനകള്, ഇഷ്ടാനിഷ്ടങ്ങള് ഓരോന്നും എനിക്ക് പിന്നെ ആ ഒരു പ്രയോറിറ്റി എനിക്കില്ല. ഇത് വന്നാലും അതായാലും എനിക്ക് ഓക്കെ, എനിക്ക് ഇത് ഇഷ്ടമാണ്, ഇഷ്ടമല്ല, രണ്ടായാലും എനിക്ക് ഒരേ മാനസികമല്ല. അപ്പൊ ഇങ്ങനെ ആകുമ്പോഴും ഇതെല്ലാം പിന്നെ എനിക്ക് ഇതുമായിട്ട് ഞാൻ അറ്റാച്ച്ഡ് ആവത്തില്ല. ഈ ഇഷ്ടത്തിലൂടെ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് ഞാൻ അതിൻ്റെ പുറകെ പോകുന്നത്. ഡിറ്റാച്ച്ഡ് ആവും. ഇതുമായിട്ടെല്ലാം ഞാൻ ഇത് കഴിയുമ്പോൾ എന്തുവാ, ഇതെല്ലാം ന്യൂട്രലൈസ് ചെയ്തു പോകും. എങ്ങനെ? എൻ്റെ എല്ലാം പലതരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം പലതരം വിറകൾ കത്തിച്ചു കഴിഞ്ഞാൽ ചാരമാകുന്നത് പോലെ പിന്നെ ഇതൊന്നും പിന്നെ എഫക്റ്റീവ് അല്ല. ചാരമായി ജ്ഞാനാഗ്നിയിൽ, ജ്ഞാനമായ ആ ജ്ഞാനം എന്നിൽ ജ്ഞാനം ജ്വലിക്കുമ്പോൾ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മ ചൈതന്യത്തിന്റെ പ്രഭാവം എന്നിൽ, ആ വാസനകളെയെല്ലാം ഞാൻ ആത്മസംയമനം പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഈ പ്രാക്ടീസിലൂടെ എനിക്ക് ജ്ഞാനാഗ്നി വരും. ജ്ഞാനാഗ്നി ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉറയ്ക്കും. ആ അറിവിൽ ഉറയ്ക്കുമ്പോഴാണ് ഇതെന്റെ വാസനകളെല്ലാം. അതാ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ആത്മനിയന്ത്രണത്തിന്റെ സഹായത്തോടെ മനസ്സിനെ സ്വാധീനം പ്രശാന്തിയുടെ പവിത്രവേദിയിൽ പ്രതിഷ്ഠിക്കുക. അവിടെ വാസനകൾക്ക് നിൽക്കാനാവില്ല. അങ്ങനെ വാസന ശോഷണം സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ ഈ വാസന കർമ്മ ഫലത്തിനെ എല്ലാം അനുഭവിച്ച് തീർക്കണമെന്നില്ല. മനുഷ്യജന്മത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ നമ്മൾ സ്വധർമ്മത്തിൽ കൂടെ നമ്മൾ വാസനകൾ കൂടെ മുന്നേറുക. ആ മുന്നേറുന്നത് എങ്ങനെ വേണം? ഞാൻ എൻ്റെ വാസനാകർമ്മങ്ങളെ സമർപ്പണ ബുദ്ധിയിൽ, ഞാനെന്ന ബുദ്ധിയിലല്ല, ഞാൻ എന്നുള്ള ഭാവത്തിലല്ല, ഇതെല്ലാം ഈശ്വരന്റെ ഈ പരമാത്മ ചൈതന്യത്തിലാണ് എൻ്റെ നല്ലതും ചീത്തയുമായുള്ള അനുഭവങ്ങൾ വരുന്നെന്നുള്ള ആ ഉത്തമ ബോധ്യത്തിൽ ഇത് നമ്മൾ ഈ സത്യങ്ങളെ നിരന്തരം മനനം ചെയ്യണം. അല്ലാതെ വല്ലപ്പോഴും കേട്ടിട്ട് ഇത് ഉറക്കത്തില്ല. നമുക്ക് ഉറക്കാത്തതിന് കാരണം ഇതിന് നിരന്തരം ചിന്തനമില്ല. നമ്മൾ ഈ ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ല, ഏത് തരം ഓരോരുത്തരും വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുക. ഡെയിലി രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് രാത്രി വരെ നമ്മൾ കടന്ന് ശരിക്കും ഓരോരുത്തരും ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് കർമ്മമായിക്കോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊതു സ്വഭാവം എന്തുവാ? ഞാൻ ഓരോ കർമ്മം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് ആ കർമ്മത്തിലോട്ട് മാത്രമാണോ നിൽക്കുന്നേ? ഒരിക്കലുമല്ല. നമ്മൾ ആ കർമ്മം ചെയ്തതിനോടൊപ്പം ഒന്നീ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും. പാസ്റ്റിലെ സാഹചര്യങ്ങളോ വ്യക്തികളോ ആയിട്ട് നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി വരാനിരിക്കുന്നവരെ അവരെന്തോ പറയും. ഫ്യൂച്ചറിലോട്ട് നടക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ചും നമ്മൾ ആകാംക്ഷയാണ്, ഭയമാണ്. ഒന്നിൽ ദുഃഖത്തിൽ അല്ലെങ്കിൽ ഭയത്തിൽ. അപ്പൊ നമ്മൾ പ്രസന്റിൽ നമുക്ക് കർമ്മം ചെയ്യുന്നത് എങ്ങനെയാ? 100% ആണോ നമ്മുടെ എഫർട്ട് ഇടുന്നത്? അല്ല. നമ്മൾ കുറെ എഫർട്ട്, നമ്മുടെ മനസ്സിന്റെ ശക്തി ഈ ദുഃഖത്തിലും ആകാംക്ഷയിലും ഈ ഭയത്തിലും നമ്മൾ പലതും ഇപ്പൊ ചെയ്യുന്നത് 100% എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ജീവിതത്തെ ദുരിതമാക്കുന്നത്. അപ്പൊ ഈശ്വര ചിന്തയിൽ ഇരിക്കണം എന്ന് വെച്ചാൽ എന്തുവാ?
ബി ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ കർമ്മത്തിൽ ഞാൻ ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നോ ഈ കർമ്മം ഞാൻ ഈശ്വരന്റെ ഈ ചൈതന്യത്തിൽ കൊണ്ടാണ് ചെയ്യുന്നത്, ഞാനെന്ന ഭാവത്തിലല്ല. ഈ ഈശ്വര ചൈതന്യം എന്നിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഈ അനുഭവം എനിക്കിപ്പോ ഈ കർമ്മം ചെയ്യാൻ പറ്റുന്നത്, ഈ അനുഭവം അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ചൈതന്യം ഇല്ലായിരുന്നെങ്കിലോ ഞാൻ ഇപ്പൊ ഇവിടെ ജഡമായി. ഇപ്പൊ എന്നെ ഒരു നിലനിർത്തുന്ന ഒരു ശക്തി എന്നിലുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കുന്നു നമ്മളെല്ലാം ആരുമില്ല നമുക്ക്. നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കി, ചുമ്മാ ഇരുന്ന് ചിന്തിച്ചാൽ മതി. എന്തിനാ നമ്മളിങ്ങനെ ആർക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ഉടനെ നമുക്ക് സൂയിസൈഡായി തോന്നും. അൾട്ടിമേറ്റ്ലി നമുക്ക് പോയി നമുക്ക് ഈ ജീവിതം കൊണ്ട് ഒരു അർത്ഥം പോലും തോന്നും. നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എത്ര പേരുണ്ടെങ്കിലും എല്ലാവരും ആർക്ക് വേണം എന്നെ നമുക്ക് നെഗറ്റീവായിട്ട് ഏത് കാര്യങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. എന്തോ ഈ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആൾവേസ് ബി പോസിറ്റീവ്. എന്തോ ഈ ബി പോസിറ്റീവിന്റെ അർത്ഥം? എന്നിൽ ഒരു ഈശ്വരനുണ്ട്, ഞാൻ ഈശ്വരനായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ആ നെഗറ്റീവ് ചിന്ത എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്നീ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറോട്ടുള്ള ആകാംക്ഷ, ഭയം അല്ലെങ്കിൽ ദുഃഖം. ഇതാണ് നെഗറ്റിവിറ്റി. പോസിറ്റീവായി ഇപ്പൊ ഈ നിമിഷം ഞാൻ ഇരിക്കുന്ന കാരണം ഈശ്വര ചൈതന്യം, ഞാൻ ഈശ്വരൻ ഇരിക്കുകയാണ്. നമ്മൾ ഈശ്വരനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക, വേറെ എവിടെയോ ഇരിക്കുന്ന ശക്തി. എനിക്കൊന്നും അതാ ഈ ഒരു തെറ്റിദ്ധാരണയിൽ നമ്മൾ ഇരിക്കുക. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും നിരന്തരം ചിന്തന ഉണ്ടെങ്കിൽ നമുക്കിതൊരു മനസ്സിന് അതാണ് ഞാൻ ഇന്നൊരു ഇതിട്ടായിരുന്നു ഗുഡ് മോർണിംഗിന്റെ എനിക്ക് വന്ന ഒരു വേഡിങ് ഇട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇടുന്നതല്ല. അതിനകത്തില് നിങ്ങൾ വായിച്ചാണോ നിങ്ങൾ ശ്രദ്ധിച്ചാണോ എന്ന് അറിയുന്നില്ല. ഒരു 3 സിറ്റുവേഷൻ പറയുന്നുണ്ട്. അത് വളരെ പരമാർത്ഥമാണ്. സീക്രട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്നുണ്ട്. വെൻ മൈൻഡ് ഈസ് വീക്ക് സിറ്റുവേഷൻ ഈസ് എ പ്രോബ്ലം. വെൻ മൈൻഡ് ഈസ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാണ് വീക്ക് മൈൻഡ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? വെൻ ദ മൈൻഡ് ഈസ് വീക്ക് സിറ്റുവേഷൻ ഈസ് എ പ്രോബ്ലം. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? മൈൻഡ് ഈസ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എന്തോ നല്ല ചിന്തകൾ ഇല്ലാത്തിട്ടുണ്ട്. മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നല്ല ചിന്തകൾ ഇല്ലാതിരിക്കുമ്പോൾ നല്ല ചിന്തകൾ ഇല്ലാതിരിക്കുന്ന വെച്ചാല് അതിന്റെ അർത്ഥം എന്താ? മനസ്സിന്റെ ഇമോഷൻസ് ഞാൻ മനസ്സ് വികാരം എന്തോ മനസ്സ് വികാരത്തിലിരിക്കുന്നു. മനസ്സിൽ വികാരങ്ങളിലിരിക്കുമ്പോൾ, ഞാൻ എമോഷണൽ മൈൻഡിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ മനസ്സ് വീക്കാവുന്നത്. ഒന്നീ ദുഃഖത്തില്, അല്ലെങ്കിൽ കോപത്തില്, അല്ലെങ്കിൽ നിരാശയില്, അല്ലെങ്കിൽ അസൂയയില് എന്റെ മനസ്സ് വീക്കാണ്. എമോഷണൽ മൈൻഡ് വീക്കാണ്. വെൻ മൈൻഡ് ഈസ് വീക്ക് സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും ഈ സിറ്റുവേഷനിലേക്ക് നമ്മുടെ ആ സിറ്റുവേഷൻ ഒരു പ്രോബ്ലമാറ്റിക് ആയിരിക്കത്തില്ലയോ? നമുക്ക് അങ്ങനെയല്ലേ ഫീൽ ചെയ്യുന്നത്? നമ്മുടെ മനസ്സ് എമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വീക്കാണ്. അത് മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് ഒരു സിറ്റുവേഷൻ ഒരു ഭയങ്കര പ്രോബ്ലം എന്നിട്ട് അർത്ഥം എന്തുവാ? ഞാൻ എമോഷനിൽ നിന്നുകൊണ്ടാണ് അതിനെ അസസ് ചെയ്യുന്നത്. ഞാൻ എമോഷണൽ മൈൻഡിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ കാണുകയാണ്. അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ടേ എനിക്ക് തോന്നത്തുള്ളൂ. നമ്മൾ ഇതെല്ലാം ശരിക്കും ചിന്തിക്കുക. വെൻ മൈൻഡ് ഈസ് ബാലൻസ്ഡ് സിറ്റുവേഷൻ ഈസ് ചലഞ്ച്. നമുക്ക് ചലഞ്ചായിട്ട് തോന്നും. നമ്മുടെ മൈൻഡിനെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഒന്നിന്ന് അവിടെ ഒരു ചലഞ്ച് പോലെ നമ്മൾ അതിനെ ഏറ്റെടുക്കും. വെൻ മൈൻഡ് ഈസ് സ്ട്രോങ് സിറ്റുവേഷൻ ബിക്കംസ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഈ വിവേകത്തിലാണ് നമ്മുടെ മൈൻഡ് എങ്ങനെ ബാലൻസ് എന്ന് വെച്ചാൽ, ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേജായിട്ടാണ് പറയുന്നത്. ഒന്ന് ബാലൻസ്ഡ് മൈൻഡിന്റെ ഉറച്ചു കഴിയുമ്പോഴാണ് സ്ട്രോങ്. ഞാൻ ശരിക്കും ഫിക്സ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഏത് അഡ്വേഴ്സിറ്റിയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാം. അത് സത്യമാണ്. നമ്മുടെ ഏത് അഡ്വേഴ്സിറ്റിയും നമുക്ക് അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാം. ഇതൊരു ഫാക്റ്റ്, ചുമ്മാ ഉള്ള ഒരു ഇതല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇട്ടല്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും ഇടാറില്ല. പക്ഷെ ഈ ഒരു വേർഡിങ് വളരെ നമ്മൾ ഈ വികാരത്തിലിരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ എപ്പോഴും ഈ മൃഗങ്ങളെല്ലാം അങ്ങനെ, മനുഷ്യന് മാത്രമേ ഉള്ളൂ മാറിയിരിക്കാൻ. പക്ഷെ നമ്മൾ മൃഗത്തിന്റെ അവസ്ഥയിലിരിക്കുക. നമ്മളെപ്പോഴും എമോഷൻസ്, നമുക്ക് ഓരോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളിലുമാണ് നമ്മൾ. ഈ ഇഷ്ടവും അനിഷ്ടമാണ് എൻ്റെ എമോഷൻസ്. എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് ഇഷ്ടമാണ്, ഇങ്ങനെ ഒക്കത്തുള്ളൂ, അങ്ങനെ ഒക്കത്തില്ല. നമ്മൾ ഇതിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അയ്യോ അങ്ങനെ എന്താ ഇങ്ങനെ, ഇതെല്ലാം നമ്മൾ എമോഷണൽ മൈൻഡിൽ ഇരിക്കുകയാണ്. നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കും. എമോഷണൽ മൈൻഡിനെ മാനേജ് ചെയ്യാൻ ഏറ്റവും പരിശീലിക്കേണ്ടത് ഈ എമോഷൻസിനെയാണ്. അതാണ് നമ്മളെ ദുരിതത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ എമോഷണൽ മൈൻഡിനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സംയമനം കിട്ടുന്നത്. നമ്മൾ ഈ എമോഷൻസിന്റെ അടിമകളായിട്ടിരിക്കുക, അടിമകൾ. ഇതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്.
ഈ ഒരു ഇതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഓരോ ചെറിയ കാര്യത്തിലും, ഓരോ ചെറിയ, അല്ല നമ്മൾ വിചാരിക്കരുത് വലിയ വലിയ കാര്യങ്ങൾ, ഞാൻ വലിയ വ്രതം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ സാധനങ്ങൾ. എൻ്റെ മനസ്സിന്റെ ഭാവമാണ് എന്നെ ചേഞ്ച് ചെയ്യിക്കുന്നത്. എൻ്റെ യദ് ഭാവ തദ്ഭവതി. ഞാൻ എങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ ആയിത്തീരും ഞാൻ. അല്ലാതെ കുറെ എന്തൊക്കെയോ നമ്മൾ ഇന്നത്തെ ഒരു ആത്മീയത എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. നമ്മൾ ഈ ചെറിയ 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 കാര്യങ്ങളിൽ കൂടെ നമുക്ക് വലുതോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് ഏതോ വലിയ 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 സാധനങ്ങൾ, അവരെ കഥ അങ്ങനെ എനിക്കൊക്കുന്നില്ല. ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് സാധന ഇതാ. നമ്മൾ പല തെറ്റിദ്ധാരണകളിലും പലതും കണ്ട് ഭ്രമിച്ചതാണ് നമ്മൾ നടക്കുക ഈശ്വരനെ തേടി. ഇതിനെ നമ്മൾ ഈ പറഞ്ഞ ബേസിക്കായിട്ട് പറഞ്ഞ് നിങ്ങളെ വിവേക ചൂടാമണി എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതെല്ലാം വിവേക ചൂടാമണിയിലുള്ള കാര്യങ്ങളാണ്, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ജീവാത്മാവ് ആരാണെന്നും നമ്മൾ ഈ ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഈ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ വേറെ എന്തൊക്കെയോ കരുതിയിരിക്കുക. ഈ ജീവിതത്തിന്റെ പർപ്പസ്, ശരിക്കുള്ള പർപ്പസ് നമ്മൾ അറിയണം. എനിക്ക് പോകാനുള്ളത് ഈശ്വരനിലോട്ടാ. എൻ്റെ ആഗ്രഹ നിവൃത്തിയല്ല എൻ്റെ ജീവിതം. ഈ ആഗ്രഹം സ്വധർമ്മത്തിൽ കൂടെ യാത്ര ചെയ്യണം. ഈ സ്വധർമ്മത്തിൽ നിന്ന് ഞാൻ അങ്ങനെ മുന്നേറി ഞാൻ ഈശ്വരനിലോട്ടാണ് പോകേണ്ടത്, താഴോട്ടല്ല പോകേണ്ടത്. ഈ സ്വധർമ്മത്തിന് ഞാൻ കർമ്മത്തിന്റെ വികാരങ്ങളിൽ ഞാൻ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നേടിക്കൊണ്ടിരുന്ന ഞാൻ നാശത്തിലോട്ട് പോകും. എൻ്റെ നാശം മീൻസ് ഞാൻ ഈശ്വരൻ നിന്ന് അകന്നു പോകും, ജന്മങ്ങളെ കൂട്ടും. ഇതുപോലെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അവർ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലും ജന്മങ്ങളിൽ ഈ ജന്മം, എനിക്ക് ഇതേ ജന്മം, എൻ്റെ ദൈവമേ ഇതേപോലൊരു ജന്മം അടുത്ത് തരണേന്ന്, അടുത്ത ജന്മം ഇങ്ങനെ ആയിരിക്കണേന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഭൂരിഭാഗവും അങ്ങനെയല്ല, വളരെ അപൂർവം ജന്മങ്ങൾ അങ്ങനെ കാണും. എന്തോ അപ്പോ ഇപ്പൊ സമയം തീരാറായി. ഇനി 1 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ശരി, നമുക്ക് നാളെ കാണാം.